എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഹനാൻഷ 2 പ്രോഗ്രാം അവതരിപ്പിച്ചു, 2ലും ചെറുതായിട്ട് പണിപ്പള്ളിയിരിക്കുന്ന സുഹൃത്തുക്കളെ. ദമാമിൽ വിദേശത്തൊരു പരിപാടി അവതരിപ്പിച്ചു. ആ പരിപാടിയുടെ സമയത്ത് പുള്ളിക്കാരന് ആവശ്യമായ സെറ്റും കാര്യങ്ങളും, അതായത് പരിപാടിക്ക് ആവശ്യമായ സജ്ജീകരണങ്ങളൊന്നും നൽകിയില്ല. ആ സജ്ജീകരണങ്ങൾ നൽകാത്തതുകൊണ്ട് പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പുള്ളിക്കെതിരെ അതിഭീകരമായ ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വിഷയം മൊത്തം അറിയാത്തവരാണ് ഈ ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്തത്. രണ്ടാമത്തത്, കോഴിക്കോട് പുള്ളിയുടെ ഒരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കോഴിക്കോട് പരിപാടിക്കകത്തും സംഭവം പാളി. ഇതിൻ്റെ രണ്ടിൻ്റെ പാളാനുള്ള കാരണം സംഘാടകരുടെ പിഴവാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കപ്പോൾ ആ 2 വിഷയങ്ങളൊന്ന് കാണാം. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് അടിച്ചാൽ, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇട്ടിട്ട് ലൈക്കൊക്കെ അടിച്ചെല്ലാം സെറ്റപ്പ് ആക്കി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ദമാമിലുള്ള പരിപാടി ചീറ്റിപ്പോയപ്പോൾ ആരാധകരുടെ ഒരു പ്രശ്നം നമുക്ക് കേൾക്കാം. എന്നിട്ട് നമുക്ക് എന്തൊരാണ് പ്രശ്നത്തിൽ നിന്നൊക്കെ വരാം. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറഞ്ഞു. ഇൻഷാല്ലാ നമുക്ക് വേറെ ദിവസം കാണാം, വേറെ ദിവസം കൂടാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എന്നെ വിശ്വസിച്ച് എന്നെ സ്നേഹിച്ചു വന്നവരാണ് നിങ്ങളെന്ന് എനിക്ക് അറിയാം. ഒരുപാട് സന്തോഷം വന്നതിന്. ഇൻഷാല്ലാ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ആൾ. 6 മണി തൊട്ട് ഇവിടെ നിൽക്കുന്നതാണ്. നമ്മൾ അത്യാവശ്യം വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ഭയങ്കര ഹനാൻഷാ ഒരു കുറ്റം പറയാനില്ല. കാരണം അവൻ കറക്റ്റായിട്ട് കാര്യം പറഞ്ഞു. ഒരു കുത്താനുള്ള കേബിള് പോലും കുത്താനുള്ള കേബിള് പോലും ഇല്ലാതെയാണ് അവനോട് വിളിച്ചു വരുന്നത്. മോശം പരിപാടി കേട്ടോ. നിങ്ങൾ നോക്കണം, ഇത്ര ആൾക്കാർ നിങ്ങൾ നോക്കണം. ഇത്ര ആൾക്കാർ ഏകദേശം 6 മണി തൊട്ട് പോയിട്ട് ഇപ്പൊ സമയം ഒരു 8 മണി 9 മണി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വേടൻ്റെ ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വേടൻ്റെ പരിപാടിയിലും ഇതേ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വേടൻ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഒരുപാട് മുന്നേ തൊട്ടേ കാത്തിരുന്നപ്പോഴത്തേനും വേടൻ എത്താൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് വൈദ്യുതി ആഘാതമേറ്റ് മരണപ്പെട്ടു. ഇത് മറ്റൊരു സീനാണ്. ഇത് ഹനാൻഷ വന്നു. ഹനാൻഷയ്ക്ക് പക്ഷെ പെർഫോം ചെയ്യാൻ പറ്റില്ല. പെർഫോം ചെയ്യാത്തതിൻ്റെ കാരണം, ഈ പെർഫോം ചെയ്യണമെങ്കിൽ പുള്ളി പറയുന്ന കുറേ സെറ്റപ്പ് പുള്ളിക്ക് കൊടുക്കണം. ഇന്ന സ്പീക്കർ, ഇന്ന മൈക്ക്, ഇന്ന സെറ്റപ്പ്, ഇന്ന കുത്തുന്ന കേബിള്, ഈ സാധനങ്ങളൊന്നും പുള്ളിക്ക് കൊടുത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇതിനെക്കുറിച്ച് ഹനാൻഷ തന്നെ പറയുന്നൊരു സാധനങ്ങൾ നമുക്ക് കേൾക്കാം. ഈ ഹനാൻഷ ഇപ്പോൾ വളരെയധികം ആൾക്കാരെ വലിക്കാൻ കഴിവുള്ളൊരു ഒരു സ്റ്റേജ് പെർഫോമറാണ് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നേരത്തെ വേടൻ എന്തോ ഒരാളുണ്ടായിരുന്നു, സമാനമായ ആൾ ഇപ്പോൾ പുള്ളി വന്നു കഴിഞ്ഞാൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് ഈ കേബിളിൻ്റെ കേസൊക്കെ പറഞ്ഞല്ലോ. കേബിൾ കുത്താൻ തന്നില്ല. നമുക്ക് കേബിൾ കുത്താൻ തരാത്ത കേസ് ഒന്ന് കേട്ട് നോക്കാം, അത് എന്നിട്ട് ബാക്കി പറയാം. ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല ആഘോഷിച്ചുകൊണ്ട് നല്ല ഉള്ളിലെ സന്തോഷത്തോടെ നമ്മളിവിടെ വിളിച്ചതായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഒരു ഇവന്റ് ടീം സംസാരിച്ചിട്ട് അവരിവിടെ നമുക്ക് വേണ്ട സൗണ്ട് സിസ്റ്റമോ ലൈസൻസോ, എനിക്ക് പാടാനുള്ള ലൈസൻസ് പോലും ഇന്നിവിടെ മ്യൂസിക് ഇട്ട് പാടാനുള്ളത് എടുത്തു വെച്ചിട്ടില്ല. ലൈസൻസ് പോലും എടുത്ത് വെച്ചിട്ടില്ല. പുള്ളിക്ക് പാടാനുള്ള സജ്ജീകരണങ്ങൾ കൊടുത്തില്ല. ഒരു ഇവന്റ് മാനേജ്മെന്റ്. ഈ പുള്ളി അവിടെ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റിന്റെ 2ാം ആനിവേഴ്സറി, അങ്ങനെ എന്തൊരു ആനിവേഴ്സറിക്ക് പാടാൻ പോയതാണ്. അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ആ സൂപ്പർ മാർക്കറ്റ് സംഘടിപ്പിച്ചൊരു സംഭവമാണിത്. ഈ സൂപ്പർ മാർക്കറ്റ് ഇതൊരു ഇവന്റ് മാനേജ്മെന്റിന് കൊടുത്തു. ആ ഇവന്റ് മാനേജ്മെന്റ് ആണ് ഈ പരിപാടി ചെയ്തത്. ഇവന്റ് മാനേജ്മെന്റ് ചില പാടാനുള്ള സർട്ടിഫിക്കറ്റുകൾ പോലും കിട്ടിയില്ല. അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. നമുക്ക് ബാക്കിയേക്കാം. ഞാൻ 4 ദിവസം ഓരോരോ നാട്ടിലാണ്, റിയാദിലാണ്, ബഹ്റൈനിലാണ്, ദുബായിലാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ഇന്നാണ് ഇവിടെ ചെന്ന് കയറുമ്പോൾ ഞാനും ഈച്ചു ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി പാടാനുള്ള 10-15 പാട്ടുകൾ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇവരൊന്നും മറ്റേ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങനെ പാടുന്ന ടീമുകളല്ല. ഇവർ ബാക്കിൽ ട്രാക്ക് ഇട്ട് ഇല്ല സാമാനം ചെവിയിലൊക്കെ കുത്തി വെച്ചിട്ട് ആ ട്രാക്കിനനുസരിച്ചിട്ടൊക്കെ പാടുന്ന ടീംസാണ്. അപ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ഇവർക്ക് കിട്ടണം, എന്നാലേ ഇവർക്ക് പാടാൻ പറ്റൂ. അല്ലാതെ ഇവർ വന്ന് പാടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ പാട്ടിന് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ആകാതെ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാണ് ചീത്തപ്പേര്. നമ്മൾ തന്നെ പറയും, ഹനാൻഷ പാടിയിട്ട് കൊള്ളത്തിലായിരുന്നു കേട്ടോ, ഊളപ്പാട്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ട് പോകും. അത് പറയാൻ പാടില്ലെങ്കിൽ പുള്ളി പറയുന്ന സ്പെക്ക് പുള്ളിക്ക് കൊടുക്കണം, എന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്വാഭാവികമായിട്ടും ഒരാളുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യുമ്പോൾ അവർ പറയും എനിക്ക് ഇന്ന സജ്ജീകരണങ്ങൾ വേണം, എന്നെങ്കിലും ഞാൻ വരും എന്ന് പറയും. സ്വാഭാവികമായിട്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ബാക്കി കൂടെ കിട്ടും. ഇവിടെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ലൈസൻസോ കാര്യങ്ങളോ ഇല്ല. പാവം ഹൈപ്പർ അൽവാഫക്കാർ ഇതില് ഒരു പങ്കുമില്ല. ഓല് ഇതിന്റെ മാക്സിമം നടക്കണമെന്ന് അവരാണ് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ ദുർഘടകട ഇവന്റുകാരെ ഏൽപ്പിച്ചു. ഇവന്റുകാര് ഇതിന്റെ ഇടയിൽ അല്ല, ഞാൻ സത്യം പോലെ പറയേണ്ടത്,
ഞാൻ പോയാല് നാളെ നിങ്ങളെ കണ്ണില് ഞാന് വലിയ സംഭവമായി ഇവിടെ വന്നിട്ട് പാട്ടൊന്നും പാടാണ്ട് ഞാൻ പിന്നീന്ന് പറഞ്ഞ നിങ്ങളെല്ലാരും എന്റെ പിന്നാലെ ഉണ്ടാവും. സോ പേടിയുണ്ട്. മറ്റേ വേടന്റെ സീൻ സംഭവിച്ച പേടിയുണ്ട്. വേടന്റെ സീനിൽ അന്ന് ഇതേപോലെ വേടം വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സീനായി ആൾക്കാർ ചെളി പെറുക്കി എറിഞ്ഞ് പിന്നെ വേടൻ ന്യായീകരണമായിട്ട് വന്ന ആ ഒരു ഭയം ചെറുതൊന്നുമല്ല. അത് കണ്ട എന്റെ മകന്റെ സങ്കടം വെറുതെ ആൾക്കാരെ പറ്റിച്ചാൽ നടക്കുന്നത് എന്റെ എന്നോട് പറയും. അപ്പൊ എന്താ വെച്ചാൽ ഈ ഇവന്റ് ടീം ലൈസൻസോ നമ്മുടെ ലാപ്ടോപ്പ് കുത്താനുള്ള പ്ലഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ട്രാക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് EP വേണം, മിനിമം സൗണ്ട് കുത്തുന്ന സാധനം വേണം. ആ സാധനം പാട്ടിടണ്ട, ഞാൻ പറയാം എന്നിട്ട് പാട്ടിട്ടാ മതി. പാട്ടിട്ട് മറച്ചിട്ട് കാര്യമില്ല, പാട്ടിട്ട് സൂചിപ്പിക്കല്ലേ മോനെ. അത് പാട്ട് ശബ്ദം കൂട്ടി മറച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ പിന്ന് പോലും ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അത് ഇവരല്ല, ഈ ഇവന്റ് ടീമിന്റെ പ്രശ്നമാണ്. അപ്പൊ ഈ ഇവന്റിൽ ഞാൻ പാടാതെ പോകാനുള്ള ഒരേ ഒരു റീസൺ ആ ഇവന്റുകാരാണ്. എനിക്ക് ഇവന്റുകാരുടെ തലക്കൊട്ട് പരിപാടി ഇട്ട് ഈ പരിപാടിയെ കുറിച്ച് നമ്മളൊന്ന് ഗഗനമായി പരിശോധിക്കുമ്പോഴത്തേനും എന്തിനാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്റുകാർ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 4 തൂണും വെച്ചിട്ട് 2 ലൈറ്റും കെട്ടിയിട്ട് അവിടെ ഹനാൻഷ വരുന്നത് പിള്ളേ അടിച്ച് കയറാം 100 രൂപ ടിക്കറ്റ് എന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ മറ്റേ പോലീസ് സ്റ്റേഷനിൽ ഒരു പെർമിഷൻ എഴുതി കൊടുത്ത് മേടിക്കുന്ന പോലെ അല്ല ഈ വിദേശ രാജ്യങ്ങളിൽ. അവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോഴത്തേനും ആ സ്ഥലവുമായിട്ട് ചേർന്ന് പെർമിഷൻ എടുക്കണം, അവിടെ പാടാനുള്ള പെർമിഷൻ എടുക്കണം, അവിടെ ഇത്ര ആളുകളെ കൂടാനുള്ളതിൻ്റെ പെർമിഷൻ എടുക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അവിടുത്തെ ഇവന്റ് മാനേജ്മെന്റ് അവതരിപ്പിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അറിയുന്നുണ്ടാവും. ഇവർ അങ്ങനെ ഒരു പരിപാടി അനൗൺസ് ചെയ്തു. ഈ സൂപ്പർ മാർക്കറ്റുകാർ അവന്മാരതൊരു ഇവന്റ് ടീമിനെ ഏൽപ്പിച്ച്. ഇവന്റ് ടീം അവിടെ പരിപാടിയെല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഇവന്റ് ടീമുകാർക്ക് മുൻകൂട്ടി അറിയാം അവിടെ പാടാൻ പറ്റില്ല, നമുക്ക് ആ ലൈസൻസ് കിട്ടിയിട്ടില്ല, പാടാനുള്ള ലൈസൻസ് കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ പാടാനുള്ള ലൈസൻസ് കിട്ടിയില്ല, നമ്മൾ എന്ത് ചെയ്യണം? അത് ഇവന്റ് മാനേജ്മെന്റ് തലയിലോട്ട് വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്ക് പാടാനുള്ള സ്പെക്ക് കൊടുക്കില്ലേ, മറ്റേ അമ്പലപ്പറമ്പ് വെക്കുന്ന പോലത്തെ കുഞ്ഞൊരു സ്പീക്കറും പുള്ളി ചോദിച്ച സ്പെക്ക് ഒന്നും കൊടുക്കില്ലേ, നിസ്സാരം കുത്തി ഈ സ്പീക്കറൊക്കെ പുള്ളി അഡ്ജസ്റ്റ് ചെയ്താലും ഈ ട്രാക്ക് കുത്തുന്ന സുനാപ്പി കൊടുക്കത്തില്ല. ആ സുനാപ്പി കൊടുത്തില്ലേ പുള്ളിക്കാരന് പാടാൻ പറ്റത്തില്ല. അപ്പം തെറ്റാറുടെ ഒരിക്കലും ഹനാൻഷ വന്നിട്ട് പാടിയില്ല, എൻ്റെ പ്ലഗില്ലെന്ന് പറഞ്ഞ് പാടിയില്ല എന്ന് പറഞ്ഞ് പോകും. ഇതിന് ബാക്കിലുള്ള സാധനങ്ങളൊക്കെ അതിനകത്തങ്ങ് മുങ്ങിപ്പോകും. ഈ ഹനാൻഷ വന്ന് കുറേ നെഗറ്റീവായിട്ട് പോകും. അവൻ പാടാതെ അവൻ തെണ്ടിപ്പോയി, അവന് പ്ലഗില്ല, അവന് പാടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പോയെന്നുള്ള സാധനം വരും. പക്ഷെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ലൈസൻസ് ഇവിടെ ഇയാളെ കൊണ്ട് പാടിക്കാനുള്ള ലൈസൻസ് എടുക്കാനായി ഇവന്റുകാർക്ക് പറ്റിയിട്ടില്ല. സോ നമ്മൾ ഈ സാധനങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു, അവൻ്റെ മേളിൽ ഹൈറ്റെല്ലാം പോകുന്നു, നമ്മൾ സേഫ്, നമ്മൾ കൈ എഴുതുന്നു, സെറ്റപ്പാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഹനാൻഷ നേരെ സ്റ്റേജിൽ കയറിയിട്ട് ആ ലൈസൻസ് കിട്ടിയിട്ടില്ല, പാടാനുള്ള സ്പീക്കർ തന്നിട്ടില്ല, നമുക്ക് പ്ലഗ് ഇൻ സാധനം തന്നിട്ടില്ല എന്നൊക്കെയുള്ള സാധനങ്ങൾ ജനങ്ങളെ വിളിച്ചറിയിച്ചു. ഇത് ഒരുപാട് കട്ട് പീസുകൾ പലയിടത്തായിട്ട് പോയിട്ട് ഹനാൻഷായ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പുള്ളിയെ പ്രൊമോഷന് വിളിച്ചതുകൊണ്ട് ആ വിളിച്ച സൂപ്പർ മാർക്കറ്റിന് അധികം നെഗറ്റീവ് ഒന്നും പറഞ്ഞില്ല, ഇവന്റ് മാനേജ്മെന്റ് അതിലേക്ക് ഇട്ടു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഹനാൻഷ ഒരു പ്രോഗ്രാമിന് ഇന്ന സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു, പുള്ളിക്കാരൻ അത് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. ആ പാടാൻ നേരം വന്നിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഇവന്റ് മാനേജ്മെന്റ് ഈ സാധനങ്ങളൊക്കെ സംഘടിപ്പിക്കണമായിരുന്നു. 3 ഈ സൂപ്പർ മാർക്കറ്റ് ഈ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടാവുമല്ലോ, എന്തായാലും ഇവന്റുകാരാ നീ എല്ലാം ചെയ്തോടാ എന്ന് പറയത്തില്ലല്ലോ. അപ്പോൾ അവരും അത് പക്കയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നോക്കി ചെയ്യണമായിരുന്നു. ഇവരെല്ലാവരും തുല്യ കുറ്റക്കാരാണ്. എന്നിട്ട് അവൻ എന്ന് പറഞ്ഞ് കൈ ചൂണ്ടുന്ന വലിയ കഥയൊന്നുമില്ല. ഈ അവിടെ ഈ പ്രോഗ്രാം നടക്കത്തില്ലെന്ന് ഇവർക്കെല്ലാം അറിയാം. ഈ ഇവന്റ് ടീമുകാർക്കും അറിയാം, ഈ സൂപ്പർ മാർക്കറ്റുകാർക്കും അറിയാം, ഹനാനും അറിയാം. വന്ന് നിന്ന് ഇത് ഇപ്പം ഹനാൻഷ വന്ന് പാട്ട് പാടും, ചിറ പുഞ്ചിയുമ്പോഴേ എത്ത് പാടും എന്ന് പറഞ്ഞ് കേൾക്കാൻ വന്ന് നിന്ന ആൾക്കാരെല്ലാം പൊട്ടന്മാരാക്കി. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾ കൊടുത്ത മൂല്യം വളരെ നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുശേഷം പുള്ളിക്കാരൻ നേരെ കോഴിക്കോടായിട്ട് വന്നു. കോഴിക്കോട് വന്നപ്പോഴത്തേനും അവിടെയും പണിപാളി. അവിടുത്തെ പണിപാളെ നമുക്കൊന്ന് കാണാം. പങ്കെടുക്കാവുന്നതിന്റെ ഇരട്ടിയിലധികം ആളുകൾ ആ പരിപാടിക്ക് എത്തിയിരുന്നു. നേരത്തെ തന്നെ അതിന്റെ മുഴുവൻ ടിക്കറ്റുകളും പൂർണ്ണമായി. അങ്ങനെ ആളുകൾ അതിനകത്ത് കയറിയതിനു ശേഷവും അതിന്റെ ഇരട്ടിയോളം ആളുകൾ പിന്നീടും ആ വേദിക്ക് പുറത്ത് അതിനകത്ത് കയറാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ഇങ്ങനെ വലിയ ഒരാൾക്കൂട്ടം ഒരു ചെറിയ സ്ഥലത്തെത്തിയപ്പോൾ ഉണ്ടായ വലിയ പ്രശ്നമാണിത്. ഇവിടെ നിരവധി പേരാണ് കുഴഞ്ഞു വീണത്. സംഘാടകർ ആളുകളോട് മാറിപ്പോവാനും ഒഴിഞ്ഞു പോവാനുമുള്ള നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും എത്തിയ ആളുകളൊന്നും തന്നെ അത്തരം നിർദ്ദേശങ്ങൾ പരിഗണിച്ചില്ല. പിന്നീട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം പുറമെ കൂടി നിന്ന ആളുകളെ ലാത്തിചാർജ് നടത്തിയാണ് അവരെ പിരിച്ചുവിട്ടത്. അവിടെ നിന്ന് പല ആളുകൾ ഇത്തവണ എന്തൊരു സംഭവം മനസ്സിലായോ? ഇത്തവണ കോഴിക്കോട് പുള്ളിക്കാരൻ്റെ പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ വന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ 100 പേർക്ക് നിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ 100 പേരെ മാത്രം കയറ്റാൻ പെർമിഷനുള്ളൊരു സ്ഥലത്ത് 450 പേര് വലിച്ചു കയറ്റിയാൽ കഴിക്കും. അതാണ് അവിടെ സംഭവിച്ചത്. ഈ ഇവന്റ് മാനേജ്മെന്റുകാർ മാക്സിമം പൈസ പോന്നോട്ട് ടിക്കറ്റ് എടുത്തോട്ടെ, നീ ഓൺലൈനിൽ കൂടെ മേടിച്ചോ, നീ നേരിട്ട് വന്ന് മേടിച്ചോ എന്ന് പറഞ്ഞാൽ ഉള്ള ടിക്കറ്റ് എല്ലാം അടിച്ച് വിറ്റ് അവന്മാർ ലക്ഷങ്ങൾ പൈസ ഉണ്ടാക്കി
ലാസ്റ്റ് ടിക്കറ്റ് എടുക്കാതെ ഒരെണ്ണത്തിനെ കയറ്റി, ടിക്കറ്റ് എടുത്ത് ഒരെണ്ണത്തിനെ കയറ്റി, ലാസ്റ്റ് ഈ പോലീസുകാർക്ക് വന്ന് കാണാൻ വന്നിട്ടുള്ള ജെന്യൂനായിട്ടുള്ള ആളുകളെ വരെ ലാത്തി ചാർജിൽ അടിച്ച് കണ്ടം വഴി ഓടിക്കേണ്ട ഒരു ഗതികേട് വന്നു. സംഭവം ഇവിടെ ഇവന്റ് മാനേജ്മെന്റുകാരുടെ പണിവാളിയതാണ്. കാരണം അവർക്ക് തന്നെ ഉദ്ദേശമില്ല എത്ര ആൾക്കാരെ കയറ്റണം, എത്ര ആൾക്കാർക്ക് ഇത് പങ്കെടുക്കാൻ പറ്റും. അവർ നോക്കുമ്പോൾ ടിക്കറ്റ് ചറപറ വിറ്റ് വന്നു, ഹനാൻഷാ ടിക്കറ്റ് വിറ്റ് വന്നു, അപ്പോൾ മാക്സിമം ബൈ കൊടുക്കുക, നമുക്ക് പൈസ ഉണ്ടാക്കുന്ന സാധനമാണ് ഇത്. ഞാൻ പറയുന്നൊരു സാധനം, എൻ്റെ പൊന്നി ഇവന്റ് മാനേജ്മെൻറ്റുകാരെ, നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള പ്രാപ്തി ഇല്ലെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ അതിനുള്ള പ്രാപ്തി ഉണ്ടാക്കുക, പ്രാപ്തിയുള്ള ആളുകളെ ഹയർ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഇമാതിരി പരിപാടി പിടിക്കാതിരിക്കുക. ഇത് നിങ്ങളുടെ കഴിവുകേടിന് ഈ ഹെയ്റ്റ് മൊത്തം പോയി കയറുന്നത് ഹനാൻഷായുടെ തലക്കെട്ടാണ്. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ അവിടുത്തെ ഈ പ്രോഗ്രാം കാണാൻ വന്ന ഒരു പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് പോകരുതെന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇന്ന് കാസർഗോഡ് ഫ്ലീ പ്രോഗ്രാമിന് പോയിരുന്നേ. ഓൺലൈനിൽ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടാണ് പോയത്. പോകുമ്പോഴത്തേക്കും നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതൽ ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്രൗഡിൽ അത്യാവശ്യം നല്ല തിങ്ങി ഞെരിഞ്ഞിട്ട് ഒരു 1 hourന്റെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ അകത്തോട്ട് കയറിയത് തന്നെ. ഞാൻ അവിടെ പോയി ആദ്യം എനിക്ക് ചിന്തിച്ചത്, ഇത്രയും ആൾക്കാരെ ഇത്രയും കുഞ്ഞു സ്ഥലത്ത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു സാമാന്യ ബോധം പോലും അവിടെയുള്ള കോർഡിനേറ്റേഴ്സിന് ഉണ്ടായി. അവന്മാർക്ക് ബോധം ഇല്ലാഞ്ഞിട്ടല്ല, പരമാവധി പൈസ എങ്കിൽ പോന്നോട്ടെ നമ്മൾ വിചാരിച്ചാൽ മാക്സിമം വിറ്റ് തീർന്ന് പരിപാടി പോന്നോട്ടെ. ആൾക്കാരെ കയറ്റാൻ പറ്റില്ല, പ്രശ്നം ഉണ്ടാക്കും, പോലീസുകാർ വന്ന് തല്ലിക്കുട്ടി ഓടിക്കും. നമുക്ക് എന്താണ്, നമ്മൾക്ക് നമ്മുടെ കേസ് പറഞ്ഞു എന്ന് അവർ ചിന്തിച്ചാണ്. അത്രയും ഇല്ലെങ്കിൽ അവർ ബോധമില്ലാത്തവന്മാര് ഇല്ലേന്നാണ് ഞാൻ ചിന്തിച്ചത്. ഓക്കെ, നമ്മൾ അകത്തോട്ട് ടിക്കറ്റ് എടുത്ത് കയറി. ഞങ്ങളെ കൂടെ തന്നെ ഒരുപാട് ടിക്കറ്റ് എടുക്കാത്ത ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടിക്കറ്റ് ജെന്യൂൻ ആണോ എന്ന് പോലും അത് വെരിഫൈ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംഭവം അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ പൈസ ഓക്കെ ആൻഡ് ഇത്രയും ടൈമും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഹനാൻഷ വന്നിട്ട് ഒരു 4-5 പാട്ട് പാടിയിട്ട് ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് ആള് പോയി. പിന്നെ ഒരു പ്രോപ്പർ സൗണ്ട് സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഇവര് ഇത്രയും ആൾക്കാർ ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ എന്തിനാണ് ഇവര് ഓൺലൈനിലും അല്ലാണ്ട് ടിക്കറ്റ് സെയിൽ ചെയ്തതെന്നുള്ള കാശുണ്ടാക്കാൻ സംശയിക്കാനുണ്ടോ? വേറെ ഒരു പരിപാടിയില്ല, പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഈ പരിപാടികളെല്ലാം ചെയ്തിട്ടുള്ളത്. ഏതായാലും മറ്റെല്ലാവരും ചെയ്യുന്നത് പോലെ കഴിവില്ലെങ്കിലും നിനക്ക് ഭയങ്കര കഴിവാണെന്ന് ഞാൻ പറയത്തില്ല. കഴിവില്ലെങ്കിൽ കഴിവില്ലെന്നുള്ളത് അംഗീകരിച്ച് തരണം. അപ്പം ഈവൻറ്റ് മാനേജ്മെൻറ്റുകാർ നിങ്ങളുടെ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തുക, ഇല്ലെങ്കിൽ കൊക്ക് വലുതാക്കിയിട്ട് നിങ്ങൾ കൊത്തുക. നിങ്ങൾ കൊത്താവുന്നിരിക്കില്ല, നിങ്ങളത് മാക്സിമം ചെയ്യുക. പക്ഷേ നിങ്ങൾ ഈ ഒരു ഹനാൻ വരുന്നു, ഇത്രയും ആൾക്കാർ ആ പ്രതീക്ഷയോടെ വന്നിരിക്കുന്നു, അവരെ നിരുത്സാഹപ്പെടുത്തിയിട്ട് ചീത്തപ്പേരുണ്ടാക്കി കഴിഞ്ഞാൽ ആ ചീത്തപ്പേര് പിന്നെ തൂത്താലും മാറ്റാലും തേച്ചാലും ഒന്നും പോത്തില്ല കേട്ടോ. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തും. ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നിങ്ങൾക്ക് തോന്നുന്നു വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തി വിട്ടിട്ടാണ്. Bye.